പ്രണയത്തിന്റെ പേരിൽ കഴിഞ്ഞ 9 മാസമായി വീട്ടുകാർ പൂട്ടിയിട്ട യുവതി കുറിപ്പെഴുതി റോഡിലിട്ടു. ഒടുവിൽ കോടതിയുടെ ഇടപെടലിലൂടെ പ്രണയസാഫല്യം. 10 വർഷത്തിലേറെയായി പ്രണയിക്കുന്ന യുവതിയെ ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് വീട്ടുകാർ പൂട്ടിയിട്ടത്. ഒടുവിൽ കോടതിയെ സമീപിച്ച യുവാവിന് മാസങ്ങൾ നീണ്ടുനിന്ന വാദത്തിനൊടുവിൽ അനുകൂല വിധി ലഭിച്ചു. യുവതിയെ വാറണ്ട് അയച്ച് കോടതിയിൽ ഹാജരാക്കി. ഒടുവിൽ യുവതി സ്വന്തം ഇഷ്ടപ്രകാരം യുവാവിനൊപ്പം പോവുകയായിരുന്നു. കോട്ടയം കാഞ്ഞിരപ്പള്ളി മജിസ്ട്രേറ്റ് കോടതിയിലാണ് നാടകീയ സംഭവങ്ങൾ നടന്നത്. ഒക്ടോബർ ആദ്യമായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. പ്രണയിക്കുന്ന യുവതിയെ മതത്തിന്റെ പേരിൽ വീട്ടിൽ പൂട്ടിയിട്ടതിനെതിരെ BNSS പ്രകാരം യുവാവ് കോടതിയെ സമീപിക്കുകയായിരുന്നു. കാഞ്ഞിരപ്പള്ളി മജിസ്ട്രേറ്റ് നിയതയ്ക്ക് മുന്നിലാണ് കേസ് എത്തിയതും. ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുന്നതിന് സമാനമായി BNSSലെ 100 വകുപ്പ് പ്രകാരം അഡ്വക്കേറ്റ് ഷാമോൻ ഷാജിയും അഡ്വക്കേറ്റ് വിവേക് മാത്യു വർക്കിയും കോടതിയെ സമീപിക്കുകയായിരുന്നു. 30 വയസ്സായ യുവതിയും യുവാവും കഴിഞ്ഞ 10 വർഷത്തിലേറെയായി പ്രണയത്തിലായിരുന്നു. യുവാവ് ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നയാളും യുവതി ക്രിസ്തുമത വിശ്വാസിയുമായിരുന്നു. പ്രണയവിവരം വീട്ടിലറിഞ്ഞതോടെ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ യുവതിയെ വീട്ടുകാർ വീട്ടുതടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നാണ് യുവാവിന്റെ പരാതി. യുവതിയുടെ വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കാതെ വന്നതോടെ 1 മാസം മുൻപ് യുവാവ് പഞ്ചായത്ത് അംഗവുമായി യുവതിയുടെ വീട്ടിലെത്തി. രജിസ്റ്റർ വിവാഹം നടത്തിത്തരാമെന്ന യുവതിയുടെ വീട്ടുകാരുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ യുവാവ് അന്ന് മടങ്ങുകയായിരുന്നു. എന്നാൽ ഇതിനുശേഷം യുവതിയെ വീട്ടിൽ പൂട്ടിയിടുകയും യുവതി ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതോടെയാണ് യുവാവ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജിയുമായി എത്തിയത്. ഇതിനിടെ തടങ്കലിൽ പാർപ്പിച്ചിരുന്ന വീട്ടിൽ നിന്നും യുവാവിന്റെ സുഹൃത്തിനെ വിളിച്ച യുവതി വീടിന് പിന്നിൽ ഒരു കുറിപ്പിട്ടിട്ടുണ്ടെന്ന് അറിയിച്ചു. ഈ കുറിപ്പ് കോടതിയിൽ എത്തിക്കണമെന്നും യുവതി സുഹൃത്തിനോട് അഭ്യർത്ഥിച്ചു. ഇതനുസരിച്ച് കുറിപ്പ് യുവാവിന്റെ സുഹൃത്ത് കോടതിയിൽ എത്തിച്ചു. ഈ കുറിപ്പ് കണ്ടതോടെയാണ് യുവതിയെ കോടതിയിൽ എത്തിക്കാൻ കോടതി ഉത്തരവിട്ടത്. യുവതിയെ കോടതിയിൽ എത്തിക്കാനുള്ള വാറണ്ട് അനുസരിച്ച് പോലീസ് സംഘം യുവതിയെ കോടതിയിൽ എത്തിച്ചു. ഇതേ തുടർന്ന് യുവതിയുടെ ഇഷ്ടപ്രകാരം കാമുകനൊപ്പം പോകാൻ കോടതി അനുവദിക്കുകയായിരുന്നു.